ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. മലങ്കര ദർശനിലെ സംഗീതവും ഞാനും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നതായ ഒരു പ്രോഗ്രാമാണല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ വാളക്കുഴി സ്വദേശിയും തെള്ളിയൂർ ശാലേ മാർത്തോമ ഇടവക അംഗവുമായിരിക്കുന്ന എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള റവറൻ ഉമ്മൻ കെ ജേക്കബ് അച്ഛനാണ്. അച്ഛൻ സഭയിലെ ഒരു സംഗീതജ്ഞനാണ്. വിവിധ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും എഴുതുകയും ചെയ്തിട്ടുള്ളതായ വ്യക്തിത്വം കൂടെയാണ്. മാത്രമല്ല സംഗീതം പഠിച്ചിട്ടുള്ളതായ ഒരു വ്യക്തിത്വം കൂടെയാണ്. നിറഞ്ഞ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. സെമിനാരിയിലുള്ളതായ ഒരു ബന്ധമാണ് പ്രിയ അച്ഛനുമായിട്ട് എനിക്കുമുള്ളത്. ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചതായ ഒരു വ്യക്തിത്വം കൂടെയാണ്. ഈ സംഗീതത്തോട് ആഭിമുഖ്യം തോന്നിയതായ സന്ദർഭം എങ്ങനെയാണ്? അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് വരുവാനായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? അച്ഛൻ തന്നെ. എനിക്ക് സംഗീതത്തോടുള്ള അഭിരുചി ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനമായുള്ളത് അതൊരു ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. ദൈവിക വരദാനമാണല്ലോ സംഗീതം. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് അറിയുന്നതിനും പാടുന്നതിനും പരിശീലിക്കുന്നതിനും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുവാൻ ദൈവത്തിന് കൃപ തോന്നിയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായത്. മറ്റ് പല കാരണങ്ങളും എടുത്തു പറയാനുണ്ട്. അതിൽ പ്രധാനമായുള്ളത് എൻ്റെ കുടുംബ അന്തരീക്ഷം തന്നെയാണ്. ചെറുപ്പം മുതൽ വലിയപ്പച്ചൻ വലിയമ്മച്ചയൊക്കെ അടങ്ങുന്ന കുടുംബത്തിൽ പ്രാർത്ഥനാ പതിവുകൾ നിരന്തരമായി ചിട്ട മുറിയാതെ തുടർന്നു പോരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ സംഗീതങ്ങൾ, സംഗീത രൂപങ്ങളുമൊക്കെ തന്നെ ചെറുപ്രായം മുതലേ കേട്ടു വളരുവാൻ ഇടയായി. അതൊരു നല്ല സ്വാധീനമായി എൻ്റെ ജീവിതത്തിലുണ്ട്. രണ്ടാമതായി സൺഡേ സ്കൂൾ പഠനമാണ്. നമുക്കറിയാം, സൺഡേ സ്കൂൾ പഠനകാലത്ത് ദിവ്യസംഗീത ഉത്സവം, താലന്ത് പരിശോധനകൾ, ഇങ്ങനെയുള്ള പല മത്സരങ്ങളിലും സംഗീതത്തിൻ്റെ താലന്ത് പരിശോധനകളിലുമൊക്കെ പങ്കെടുക്കുക വഴി സംഗീതത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും ആ തരത്തിലുള്ള കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിയുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മൂന്നാമതായി മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ ഇടവകയും ഇടവകയിലെ ഗായക സംഘവും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗായക സംഘത്തിൻ്റെ അംഗമായി പ്രവേശിക്കുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ തന്നെ ആ സമയത്ത് ഗായക സംഘാംഗങ്ങളായിരുന്ന എൻ്റെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ എനിക്ക് പാടാനുള്ള ഒരു കഴിവും അഭിരുചിയുമുണ്ട് എന്ന് മനസ്സിലാക്കി എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഇപ്പോൾ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്, എൻ്റെ ഇടവകാംഗവും ജ്യേഷ്ഠ സഹോദരനും സ്നേഹപൂർവ്വം എപ്പോഴും ഇടപെടുകയും ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിരുന്ന ബഹുമാനപ്പെട്ട സാജൻ പി മാത്യു അച്ഛൻ്റെ സ്വാധീനം. അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കുന്നതിനും അച്ഛൻ്റെ വൈദിക ശുശ്രൂഷയിൽ അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ ദൂരെ നിന്ന് കാണുന്നതിനുമൊക്കെ ഇടയായിട്ടുണ്ട്. അത് വലിയൊരു സ്വാധീനമായി എൻ്റെ മനസ്സിലുണ്ട്. അത്തരത്തിൽ പല സ്വാധീനങ്ങളും പല സാഹചര്യങ്ങളും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് സംഗീതത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യവും അതിലൊരു അഭിരുചിയും ആ ഒരു ശുശ്രൂഷ എനിക്ക് ദൈവം തന്നതാണെന്ന് ബോധ്യവും വിശ്വാസവും ഒക്കെ എനിക്ക് ലഭിക്കുന്നതിന് കാരണമായി തീർന്നത്. ഒരു പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു പട്ടക്കാരൻ എന്നുള്ള നിലയിൽ സംഗീതം പഠിക്കുവാനായിട്ട് അനുവാദം ലഭിച്ച അല്ലെങ്കിൽ സഭ വിട്ട ഒരു വ്യക്തിത്വം അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് സിനഡിൻ്റെയൊക്കെ വലിയ തീരുമാനത്തോടുകൂടെ അത് പഠിക്കാനുള്ളതായ ഒരു ഭാഗ്യം അച്ഛന് ലഭിച്ചു. ഈ ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ പോയി? എന്തായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ അത് പഠിച്ചത്? ആ ഒരു അനുഭവത്തെക്കുറിച്ച്. കർണാടക സംഗീതം, പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിക്കിന് ഒരു പ്രത്യേക അഭിരുചിയും താല്പര്യവും ഒരു അഭിനിവേശവും ഉണ്ടായിരുന്നതുകൊണ്ട് ചെറുപ്പം മുതൽ അത്തരത്തിലുള്ള പാട്ടുകൾ പഠിക്കാനും പാടാനും ഒക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. അന്നൊന്നും വേണ്ട വിധത്തിലുള്ള ഒരു ട്രെയിനിങ് ഒന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ പോകുന്ന ഇടത്ത് അല്ലെങ്കിൽ ചെല്ലുന്ന ഇടത്ത് പുതിയൊരു പാട്ട് കേട്ടാൽ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് പാടുന്നതെന്ന് ശ്രദ്ധിക്കാനും ഒക്കെ ഒരു പ്രത്യേക താല്പര്യം അന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല, സ്കൂൾ പഠനകാലത്ത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഗായക സംഘ അംഗമായിരിക്കുമ്പോൾ എൻ്റെ മാതൃ ഇടവകയിൽ ഗായക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സംഗീത പരിശീലന പരിപാടി ക്രമീകരിക്കുകയുണ്ടായി. അന്ന് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് ഒരു ജസ്സി ടീച്ചർ ഞങ്ങൾക്ക്
ട്രെയിനിങ് തന്നത് ഞാൻ ഓർക്കുകയാണ്. ബാലപാഠം അവിടെ നിന്നാണ് ശരിക്കും തുടങ്ങിയത്. പിന്നീട് അത് കഴിഞ്ഞ് സെമിനാരി കാലഘട്ടമൊക്കെ പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഇത് പഠിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് സഭാ ശുശ്രൂഷയിൽ ആയതിനു ശേഷം ഓടനാവട്ടത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് രാജൻ കോസ്മിക് എന്ന ഒരു സാറിൻ്റെ അടുത്ത് ശിഷ്യപ്പെട്ട് സംഗീതം പഠിക്കുന്നത്. അതൊരു 3 വർഷം നീണ്ടു നിന്ന ഒരു പരിശീലന പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് 2016 വാർഷിക വൈദിക കോൺഫറൻസിൽ അങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനൊരു ഭാഗ്യം കിട്ടിയത്. ആ പ്രോഗ്രാം അവതരിപ്പിച്ചതിന് ശേഷമാണ് അഭിവന്യ തിരുമേനിമാരും നമ്മുടെ വൈദികർ ഒക്കെ ഒരുമിച്ച് കൂടിയ ആ പ്രോഗ്രാമിന് ശേഷം അച്ഛന് ഇങ്ങനെയൊരു കഴിവുണ്ട്, അച്ഛനത് ഉപയോഗിക്കണം, സഭയ്ക്ക് അത് പ്രയോജനപ്പെടണം എന്ന ഉപദേശവും പ്രബോധനവും ഒക്കെ നൽകി പഠിക്കാനായിട്ടുള്ള ഒരു അനുവാദം ആ സമയത്ത് നൽകിയത് അങ്ങനെയാണ്. അഭിവന്യ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അത്തരത്തിൽ ഒരു സ്വാധീനമായിരുന്നു എന്നത് ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. അന്ന് എനിക്ക് പാടുവാൻ അല്ലെങ്കിൽ അവിടെ ആ പ്രോഗ്രാം അവതരിപ്പിക്കാൻ മുഖാന്തരമായത് ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛനാണ്. അച്ഛൻ അന്ന് ക്ലർജി കോൺഫറൻസിൻ്റെ കൺവീനറായിരുന്നു. അപ്പോൾ ഒരു ജനറൽ പ്രോഗ്രാമിൽ, കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കാമോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ എനിക്കൊരു ഓപ്പണിംഗ് കിട്ടിയ ഒരു സമയമായിരുന്നു. അത്തരത്തിൽ അച്ഛനെ നന്ദിയോടെ ഈ സമയം ഓർക്കുകയാണ്. വേദപുസ്തക പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് അച്ഛനിപ്പം സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി സംഗീതത്തെ എങ്ങനെ അച്ഛനെ നിർവചിക്കുവാനായിട്ട് സാധിക്കും? വേദപുസ്തകമാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികമായ അടിസ്ഥാനം. സംഗീതത്തിനുള്ള പ്രാധാന്യം വേദപുസ്തകത്തിൽ വളരെ ആഴത്തിലും അടിവരയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകങ്ങളെല്ലാം തന്നെ പാട്ടുകളാണ്. അതുകൂടാതെ സംഗീതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനപ്പുറമായി ക്രിസ്തീയ ജീവിതം നയിച്ച അനുകരണീയമായ മാതൃകകൾ ലോകത്തിന് സമ്മാനിച്ച ബൈബിൾ കഥാപാത്രങ്ങളിൽ പലരും പാട്ടുകാരായിരുന്നു, അല്ലെങ്കിൽ പാട്ടുമായി ബന്ധമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ഏതെങ്കിലും വിഭാഗമോ ഏതെങ്കിലും സ്വാധീനമോ അവരുടെ ജീവിതത്തിൽ അവരെ സ്വാംശീകരിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടുള്ളതും ആകുന്നു. ഉദാഹരണം വിശുദ്ധ കന്യകമറിയാമിൻ്റെ ജീവിതം തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കന്യകമറിയാമിൻ്റെ പാട്ട് തുടങ്ങുമ്പോൾ വായിക്കുന്നത്. അപ്പോൾ മറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി ഇങ്ങനെ പാടി. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവത്തിൽ, ജീവിത അനുഭവത്തെ, വിശ്വാസത്തെ കാണുമ്പോഴാണ് പാട്ടുകൾ പാടാനായി കഴിയുന്നത്. അത് ജീവനും ചൈതന്യവും ഉള്ളതായി മാറുന്നത് ദൈവികമായ കൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നമ്മൾ ആകുമ്പോഴാണ് എന്ന ഒരു തിരിച്ചറിവ് ബൈബിൾ തരുന്നുണ്ട്. രണ്ടാമത്തേത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം തപ്പെടുത്ത് മിരിയാമിൻ്റെ നേതൃത്വത്തിൽ പാടിത്തുടങ്ങി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഹന്നയുടെ പാട്ട് ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നന്മയുടെ സ്തോത്രസൂചകമായി ഹന്ന ദൈവസന്നിധിയിൽ പാടുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ സെക്കറിയ പുരോഹിതൻ ദൈവസന്നിധിയിൽ ആത്മാവിൽ നിറഞ്ഞ് പാടുന്നതായി നമ്മൾ കാണുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് സംഗീതങ്ങൾ പാടിയിട്ടുള്ളതും ഉത്ഭവിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ദൈവവചനം എപ്പോഴും സംഗീതത്തെ അടിവരയിടുന്ന ഒരു മാധ്യമമായി നമുക്ക് കാണാനായി സാധിക്കും. അച്ഛനിപ്പോൾ ആധികാരികമായി സംഗീതം പഠിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ഒരു സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഭാ ആരാധനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇങ്ങനെയുള്ളതായ പഠനം അച്ഛനെ സ്വാധീനിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും? സഭാ സംഗീതം നമ്മൾ പഠിക്കുന്ന സംഗീതത്തിൻ്റെ ആധികാരികമായ കരിക്കുലവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് ഒരു സ്കോപ്പില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. ഏത് സംഗീതം പാടുന്നതിനും ആധികാരികമായ ഒരു സംഗീതത്തിൻ്റെ അവഗാഹമുള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ചത് കർണാട്ടിക് മ്യൂസിക്കാണ്, ഒരു സെക്കുലർ സ്റ്റഡിയാണ് ഞാൻ ചെയ്തത്. അതിന് സഭാസംഗീതത്തെ എങ്ങനെ സ്വാധീനിക്കാനും
അതിലേക്ക് എങ്ങനെ അതിനെ കൂട്ടിക്കൊണ്ടുവരാനും കഴിയുമെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ആധികാരികമായ പഠനത്തിന് ശേഷമാണ് നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിലെ പല പാട്ടുകളും രാഗനിബദ്ധമായ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പല കീർത്തനങ്ങളും പല പാട്ടുകളും രാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു എൻറ്റിറ്റി അതിനുണ്ട് എന്നെനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ശങ്കരാഭരണം, ഹംസധ്വനി, കല്യാണി അങ്ങനെയുള്ള രാഗങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിൽ ഇങ്ങനെയുള്ള പാട്ടുകളുണ്ട്, ആ പാട്ടുകളുടെ രാഗസഞ്ചാരം, സ്വരങ്ങളുടെ വിന്യാസം, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ആ ഒരു പഠനത്തിന് ശേഷമാണ് ഇത്രയും ഗൗരവത്തോടെ അതിനെ കാണാനായി സാധിച്ചത്. അത് വലിയൊരു സ്വാധീനമായി എനിക്ക് തോന്നുന്നു. എന്നാൽ അതിനപ്പുറമായി മാർത്തോമാ സഭ ഒരു കൊച്ചു സഭയാണ്. പക്ഷേ ഈ കൊച്ചു സഭയിൽ ധാരാളം റിസോഴ്സസ് ഉണ്ട്, പ്രത്യേകിച്ച് പട്ടക്കാർ. ആധികാരികമായി സംഗീതം പഠിക്കുന്ന പല തലത്തിൽ സംഗീതം അഭ്യസിക്കുകയും സംഗീതവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരാവശ്യകത ഈ കാലഘട്ടത്തിനുണ്ട്. പ്രത്യേകിച്ച് ഡിജിറ്റൽ മ്യൂസിക് പോലെയുള്ള കാര്യങ്ങൾ. വോക്കോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിസിപ്ലിൻ തന്നെയുണ്ട്. ശബ്ദത്തിൻ്റെ ഫോർമേഷൻ, എങ്ങനെയാണ് ശബ്ദത്തെ ക്രമീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന പട്ടക്കാർ ഉണ്ടെങ്കിൽ അത് മുതൽക്കൂട്ടായി തീരും. അതുകൂടാതെ എല്ലാവരും സംഗീതം പഠിക്കണം എന്നുള്ള ഒരു നിലയിൽ സൺഡേ സ്കൂളിൻ്റെ കരിക്കുലത്തിലും ബാലപാഠങ്ങളിലുമൊക്കെ സംഗീതവുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു സിലബസുകൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കൂടാതെ വൈദികരെ രൂപപ്പെടുത്തുന്ന പാഠശാലയാണ് വൈദിക സെമിനാരി. സെമിനാരിയിലും ഒരു സെമസ്റ്ററെങ്കിലും ഒരു സംഗീതബന്ധമായ ഒരു കരിക്കുലം, ഒരു സിലബസ് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്നത് നല്ലതാണ്. ശ്രുതി, താളം, ലയം, എങ്ങനെ വോയിസ് പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അത് സഹായകരമായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായം. അച്ഛൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്, വളരെ ശരിയായിട്ട് തോന്നുന്നു. വിവിധ തരത്തിലുള്ളതായ സംഗീത ശാഖകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ്. നമ്മൾ മാത്രമായിരിക്കത്തില്ല, മറ്റു പല സഭാംഗങ്ങളും ഒരുപക്ഷെ സമൂഹങ്ങളും അത്തരത്തിൽ ഭാഗ്യമുള്ളവരാണ്. എന്നാൽ വേണ്ട രീതിയിൽ നമ്മുടെ ഈ സംഗീതത്തെ ഒരു ആരാധനാ സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം, പ്രത്യേകിച്ച് ഗായക സംഘാംഗങ്ങൾ. അപ്പോൾ അവരെയൊക്കെ അത്തരത്തിൽ എങ്ങനെ നമുക്കൊന്ന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും? ഗായക സംഘത്തിൽ വരുന്ന ആളുകൾ പാട്ടുമായി എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളവരോ പാടാൻ ശ്രമം നടത്തുന്നവരോ ഒക്കെ ആകും. അപ്പോൾ അതുകൊണ്ടായില്ല, കോൺഗ്രിഗേഷൻ മുഴുവൻ, വിശ്വാസ സമൂഹം മുഴുവൻ പാടുവാനുള്ള ഒരു പരിശീലനത്തിലേക്ക് വരണം. അപ്പോൾ മാത്രമേ ആരാധനാ ഗീതങ്ങൾ കൂടുതൽ മാധുര്യമുള്ളതായി മാറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പോംവഴി സൺഡേ സ്കൂൾ തന്നെയാണ്. സൺഡേ സ്കൂൾ പഠനത്തിൽ നമ്മുടെ ആരാധനാ സംഗീതം അതിപ്പോൾ നിലവിൽ മത്സരമായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് കരിക്കുലമായി അത് ഉൾപ്പെടുത്തുന്നത് സഹായകരമാണ്. കാരണം ചെറുപ്രായത്തിൽ എൻ്റെ അനുഭവം അതാണ്. ചെറിയ പ്രായത്തിൽ എനിക്ക് ലഭിച്ച സൺഡേ സ്കൂളിലെ പരിശീലനം, താലന്ത് പരിശോധനയിൽ കൂടിയൊക്കെ ലഭിച്ച അവസരങ്ങൾ എനിക്ക് സംഗീതത്തെ കൂടെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായി, ഒരു പ്ലാറ്റ്ഫോമായി തീർന്നു. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഒരു കരിക്കുലത്തിൽ കൂടെ സഭാസംഗീതത്തെ കൂടുതൽ അടുത്തറിയുന്നതിന് വലിയ ആധികാരികമായോ അവഗാഹമായ പഠനം ആവശ്യമില്ല. അത്യാവശ്യം ബേസിക്സ് ലെവലിലെങ്കിലും നമുക്കതിനെ ഒന്ന് തൊടാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ചാൽ ഗായക സംഘത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല, പാടാൻ കഴിവില്ലാത്ത ആളുകൾ പോലും പാട്ടുകൾ പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനുമൊക്കെ അത് സഹായകരമായി തീരും. അപ്പോൾ പാട്ട് പാടാൻ കഴിവുണ്ട് ഇല്ല എന്നുള്ളൊരു തരംതിരിവ് അവിടെ വരുന്നില്ല. എല്ലാവരും സഭാസംഗീതം പഠിക്കുന്നു, പാട്ടുമായി ഒരു ബന്ധമുണ്ടാകുന്നു. അത് വളർച്ചയിൽ തന്നെ ആധികാരികമായി പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ സാധിക്കും, അല്ലാത്തവർക്ക് അവരുടേതായ തലത്തിൽ അത് ഉപയോഗിക്കാനായി സാധിക്കും. ഇതായിരിക്കും നല്ലൊരു പോംവഴി എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഇത് സത്യമാണ്. സഭാസംഗീതം വേണ്ട വിധത്തിൽ ഗൗരവമായി ആരാധനയിലോ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിലോ നമ്മൾ ഗൗരവമായി എടുക്കുന്നുണ്ടോ എന്നത് പലപ്പോഴും സംശയമായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരാധനകളിൽ സംബന്ധിക്കുമ്പോൾ കോൺഗ്രിഗേഷൻ മൗനമായി നിൽക്കുന്ന പല സാഹചര്യങ്ങളും സങ്കടകരമാണ്. ഗായക സംഘം മാത്രമാണ് പലപ്പോഴും പ്രതിവാക്യം പറയുന്നതും പാടുന്നതും. ആ സ്ഥിതിക്ക് ഭേദമുണ്ടാകണം. ആ സ്ഥിതിഗതികളും സാഹചര്യങ്ങളും മാറണമെന്നുള്ളതാണ് അഭിപ്രായം. ഗായക സംഘാംഗങ്ങളോട് അച്ഛൻ തന്നെ പറഞ്ഞു, ആരാധന സമൂഹം ഒരുപക്ഷെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു, ഗായക സംഘങ്ങൾ പാടിപ്പോകും. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാ ഗായക സംഘത്തിനോട് പറയാനായിട്ട് സാധിക്കും? എങ്ങനെ കുറച്ചുകൂടെ ആരാധന
ഈ തരത്തിൽ സംഗീതവുമായി ബന്ധപ്പെടുത്തി ക്രമീകരിക്കുന്നതിൽ? തീർച്ചയായും ഗായക സംഘം എന്നത് ഒരു മധ്യവർത്തിയാണ്. അതായത് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു, കാർമ്മികൻ്റെയും അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരാണ് ശരിക്കും ഗായക സംഘങ്ങൾ. ഇത് രണ്ട് തരത്തിലും അവർക്ക് ശുശ്രൂഷയുണ്ട്. കാർമ്മികനോടൊപ്പം കാർമ്മികനെ സഹായിക്കുക, അതോടൊപ്പം ആരാധന സമൂഹത്തെ ലീഡ് ചെയ്യുക. ഇത് രണ്ടും ഗായക സംഘാംഗങ്ങൾ നിർവഹിക്കേണ്ട ശുശ്രൂഷയാണ് എന്നിരിക്കെ പലപ്പോഴും ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകൾ ജനത്തെ പാട്ടിൽ നിന്ന് അകറ്റുന്നതിന് ചില സാഹചര്യങ്ങളിലെങ്കിൽ കാരണമായി തീർന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രിഗേഷന് ചേർന്ന് പോകാൻ കഴിയാത്ത വളരെ വലിയ ശ്രുതികൾ ഹൈ പിച്ചിൽ പാടുക. സ്റ്റാൻഡേർഡ് പിച്ച് ആവശ്യമാണ്, ഒരു പെർഫോമൻസിനൊക്കെ നമുക്കത് ആവശ്യമാണ്. എന്നാൽ സാങ്കേതികമായി നമ്മുടെ ആരാധനകളിൽ 6 വയസ്സ് മുതലോ 5 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ മുതൽ 60 70 വയസ്സ് വരെ പ്രായമുള്ള വ്യത്യസ്തമായ പ്രായപരിധിയിലുള്ള ആളുകളാണ് സംബന്ധിക്കുന്നത്. അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ശ്രുതികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. രണ്ടാമത്തേത്, നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിനെ കാതടപ്പിക്കുന്ന ശബ്ദവും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലാപ്പിങ്ങും ഒക്കെ പലപ്പോഴും സംഗീതത്തിൻ്റെ പാടാനുള്ള ആ ഇമ്പത്തെ തകർക്കുന്നതായി ചിലപ്പോഴൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഗീതം പാട്ടിൽ കൂടെ പുറത്തു വരട്ടെ, ബാക്കിയുള്ളതൊക്കെ അതിനെ അകമ്പടി സേവിക്കട്ടെ. അപ്പോൾ മാത്രമേ ആരാധനാ സമൂഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായി സംഗീതം മാറുകയുള്ളൂ. അനേകം പാട്ടുകൾ അച്ഛൻ തന്നെ എഴുതുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായ പാട്ടിനെ കുറിച്ചൊക്കെയുള്ള അനുഭവം പ്രത്യേകിച്ച് എന്തെങ്കിലും? ഞാനൊരു വലിയ എഴുത്തുകാരനോ പാട്ട് ചിട്ടപ്പെടുത്തുന്ന ഒരു കമ്പോസറോ അല്ല എങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും പല ആവശ്യങ്ങളുടെ മുഖത്ത് എനിക്ക് പാട്ട് എഴുതേണ്ടതായി നിർബന്ധിതനായിട്ടുണ്ട്. അതിൽ പ്രധാനമായി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ സെമിനാരിയോടാണ്. സെമിനാരിയിൽ ഓരോ പ്രോഗ്രാമിനും നമ്മൾ ക്ലാസ്സുകൾ ഉൾപ്പെടുമ്പോൾ അതിൽ പുതിയ ക്രിയേറ്റീവായ എന്തെങ്കിലും ഉണ്ടാകണം. ഓണം സെലിബ്രേഷന് ഓണപ്പാട്ടുകൾ ഉണ്ടാകണം, ക്രിസ്മസ് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് പുതിയ കാരൽസ് ഉണ്ടാകണം, വർഷിപ്പിന് പുതിയ പാട്ടുകൾ നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തണം. അപ്പോൾ അത്തരത്തിലൊക്കെ ആ ഉത്തരവാദിത്വം വന്നു ചേരുന്നത് എനിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും എനിക്ക് പാട്ട് എഴുതേണ്ടതായി വന്നിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ സംഗീതം കൊടുക്കേണ്ടതായ സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും, ആ നിർബന്ധങ്ങളും ആ ആവശ്യത്തിൻ്റെ സാഹചര്യങ്ങളുമാണ് എന്നിലേക്ക് ആ കഴിവിനെ ബലപ്പെടുത്തുന്നതിന് സഹായകരമായി തീർന്നത്. അച്ഛന് തന്നെ അറിയാം, സെമിനാരിയിൽ പഠിച്ച സമയത്ത് ചിട്ടപ്പെടുത്തിയ കുറേയധികം ക്യാരൾസ്, ക്രിസ്മസ് ഗാനങ്ങൾ അതിപ്പോഴും പലയിടങ്ങളിലും പാടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കമ്പോസർ ഞാനാണെന്നോ ഞാൻ എഴുതിയതാണെന്നോ പലർക്കും അറിഞ്ഞുകൂടാ. അതൊരു പ്രശ്നമേ അല്ല. പക്ഷേ പലയിടങ്ങളിലും ഞാൻ ചിലപ്പോൾ ഗസ്റ്റായി പോകുന്ന ഇടത്തിൽ അത് പാടി കേട്ടിട്ടുണ്ട്. അങ്ങനെ അതെന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ എത്തിപ്പെടുമ്പോൾ ദൈവം ഏൽപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളാണ്. അത് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും. അങ്ങനെ നമ്മുടെ കഴിവുകളെ ദൈവം ഉപയോഗിക്കും എന്നത് എൻ്റെ അനുഭവമാണ്. അച്ഛനെ പാട്ട് മാത്രമല്ല, അച്ഛൻ്റെ പുസ്തകങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒന്നെങ്കിൽ ഒരു പാട്ട് എഴുതിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുസ്തക രചന എന്നുള്ള ഒരു അനുഭവം ജീവിതത്തിൽ വന്നു. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അപ്പോൾ അങ്ങനെ പാട്ട് എഴുതിയ എന്തെങ്കിലും അനുഭവം ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ എഴുതുന്നതിനുള്ളതായ ഒരു ശൈലി എങ്ങനെ, അത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ? എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെയുള്ള താല്പര്യം പണ്ട് മുതലേ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങും പ്രത്യേകമായ ഒരു കഴിവിൽ ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഒരു പക്ഷേ അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കഴിവ് പരിപോഷിപ്പിക്കാൻ ആത്മാർത്ഥമായി പൊട്ടൻഷ്യൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഉയരങ്ങളിലേക്കും ആധികാരികമായ തലത്തിലേക്കും നമുക്ക് പോകാൻ സാധിക്കും. ഞാൻ പല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. എനിക്ക് നന്നായി വോളിബോൾ കളിക്കാനുള്ള ഒരു കഴിവുണ്ട്, ആ ഒരു താല്പര്യമുണ്ട്. അതുപോലെ എഴുതാനും വായിക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് എനിക്ക് പാട്ട് പാടാൻ, പാട്ട് കേൾക്കാൻ, സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ, അങ്ങനെ ആ തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് സമയങ്ങൾ പലതിനായി അലോക്കേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു സംഗതി എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതൊരു ഗുണകരമായ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ കഴിവുകളും ഒന്നും എല്ലാവർക്കും പ്രാപ്യമല്ല. എന്നാൽ ദൈവം തന്നിട്ടുള്ള കൊച്ചു കൊച്ചു കഴിവുകൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്.
എൻ്റെ ജീവിതത്തിൽ ഇതിനോടകം 3 പുസ്തകങ്ങൾ, വൈദികനായതിനു ശേഷമാണ് 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ പിന്നാമ്പുറ രഹസ്യം എന്ന് പറയുന്നത് സെമിനാരിയിൽ നിന്ന് ഗർഭം ധരിച്ചതാണ് പലതും എന്നുള്ളതാണ്. സെമിനാരിയിൽ ധ്യാനത്തിൽ നിന്ന് കിട്ടിയതും ചാപ്പലിലെ മനന നിമിഷങ്ങളിൽ വീണ് കിട്ടിയതായ ആത്മീയ അനുഭവങ്ങൾ, അതൊക്കെയാണ് പിന്നീട് പ്രസംഗങ്ങളിലെയും ലേഖനങ്ങളിലെയും ഒക്കെ ഉള്ളടക്കമായി മാറുന്നത്. അത് പിന്നീട് പുസ്തകമായി ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ഒരു പുസ്തകം എഴുതണമെന്നുള്ള നിലയിൽ ഞാൻ എഴുതാൻ തുടങ്ങിയ ആളല്ല. പ്രസംഗങ്ങളും ലേഖനങ്ങളും പല നമ്മുടെ സഭയുടെ പ്രസിദ്ധീകരണങ്ങളിലേക്ക് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ള എഴുത്തുകളൊക്കെ വന്നു. അതൊക്കെ ക്രോഡീകരിക്കപ്പെട്ടു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു പെൻസിൽ പോലെയാണ്. അത് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ദൈവം എന്നെ കൊണ്ട് അത് എഴുതിപ്പിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ അച്ഛൻ വിവിധ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അച്ഛന് ഏറെ ഇഷ്ടം തോന്നിയെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ ആവശ്യപ്പെടുമ്പോൾ മനസ്സിൽ തോന്നുന്ന പാട്ടെന്ന് പറയാം. അങ്ങനെ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആ പാട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് ആ പാട്ടിൻ്റെ ഒരു അനുഭവം എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ. എനിക്കെപ്പോഴും ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നെ കുറേ അധികം സ്വാധീനിച്ച ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു പാട്ട്, അത് ഞാൻ എഴുതിയതല്ല, പക്ഷേ ഞാനത് സംഗീതം കൊടുത്തു എന്നുള്ള കാരണം കൊണ്ടാണ്. എൻ്റെ സുഹൃത്തും എൻ്റെ ബന്ധുവും കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സാം കെ ഈശോ അച്ഛൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് പാട്ടുകൾ അയച്ചു തന്നു. അതിൽ ഒരു പാട്ടിൻ്റെ വരികൾ അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സംഗീതം പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നി. ഞാൻ ആ കീബോർഡിൻ്റെ അടുത്തിരുന്ന് അത് രാഗത്തിലൊക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ താളവും കിട്ടി, അതിൻ്റെ സംഗീതവും കിട്ടി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ വരികൾ സുന്ദരമായിരുന്നു. ഞാനെപ്പോഴും ധ്യാനിക്കാറുള്ള ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ സ്വരൂപം, മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി വരുന്ന അനുഭവം. ഇതൊക്കെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ പാട്ടിൻ്റെ ഉള്ളടക്കവും അതായിരുന്നു. ഞാൻ എന്തോ അതു നിൻ രൂപം, ഞാൻ ഏതോ അതു നിൻ ദാനം എന്ന് പറയുന്ന ആ വരികൾ കേട്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ സ്വാധീനിച്ചു. എൻ്റെ ഹൃദയത്തിൽ അത് തൊട്ടു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ പെട്ടെന്ന് തന്നെ അതിന് സംഗീതം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അത് യൂട്യൂബിൽ അത് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത്തരത്തിലത് രൂപപ്പെടുന്നതിന് കാരണമായി തീർന്നു. അതിലെ വരികൾ സുന്ദരമാണ്. അച്ഛനോട് പ്രത്യേക കടപ്പാട് അറിയുകയാണ്. ആ പാട്ട് ചെയ്തിരിക്കുന്നത് ഒരു കർണാട്ടിക് രാഗത്തിൽ തന്നെയാണ്, പക്ഷേ രാഗത്തിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. തിലങ്ക് എന്ന് പറയുന്ന ഒരു രാഗമാണ്. അപ്പോൾ ആ രാഗം കേൾക്കാൻ സുന്ദരമായ ഒരു രാഗമായതുകൊണ്ടും ആ പാട്ടിൻ്റെ ഒരു ഗതി നന്നായി പോകുന്നു എന്ന് തോന്നുന്നത് കൊണ്ടും ആ പാട്ട് കേട്ടവരൊക്കെ തന്നെ ഒരു ദൈവാനുഭവമുള്ള പാട്ട് എന്ന് പറയുവാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളുടെ വ്യത്യാസം, ഞാൻ കഴിഞ്ഞിടയിലൊരു യുവജനങ്ങളുടെ മീറ്റിങ്ങിൽ സംബന്ധിച്ചപ്പോൾ ഒരു കത്തോലിക്ക സഭയിലെ ഒരു അച്ഛന ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, അച്ഛൻ്റെ കാലഘട്ടത്തിലുള്ളതായ സംഗീതജ്ഞർ ഈ കാലഘട്ടത്തിൽ ആ സംഗീതമോ ആ സംഗീതജ്ഞർക്കോ പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടം എന്ന് അച്ഛനിങ്ങനെ പറയുകയുണ്ടായി. അത്തരത്തിൽ സംഗീതം അഭ്യസിക്കുന്നവരോട്, പാട്ടുകാരോട്, വളർന്നു വരുന്ന കലാകാരന്മാരോട് പ്രത്യേകിച്ച് അച്ഛൻ എന്തെങ്കിലും ഉപദേശങ്ങളായിട്ട് നൽകാനായിട്ടുണ്ട്? ഉപദേശമായി നൽകാൻ ഞാൻ ആളല്ല എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കും. അതായത് ഏത് സംഗീതമാണെങ്കിലും അത് ആഴമായി പഠിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കുറേ കൂടി ആധികാരികമായി അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്താൻ സാധിക്കും. ഉദാഹരണത്തിന് വെസ്റ്റേൺ നന്നായി പഠിച്ച ഒരാൾക്ക് നന്നായി പരിശീലിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാകും. അതുപോലെ ശാസ്ത്രീയമായി സംഗീതം പഠിച്ച ഒരാൾക്ക് ഒരു സംഗീതം ചിട്ടപ്പെടുത്തുന്നതിന് കുറേ കൂടി ആധികാരികതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചു എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ലാതിരുന്ന ഒരു കാര്യമാണ് ഓരോ സമയത്തും പാടേണ്ട രാഗങ്ങളുണ്ട്. രാഗങ്ങളുടെ സമയം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ സമയത്തും ഒരു രാഗം പാടാൻ പറ്റില്ല എന്ന ഒരു തിരിച്ചറിവ്, അതെനിക്കൊരു പുതിയ അറിവാണ്. അതുപോലെ തന്നെ ഓരോ രാഗങ്ങൾക്കും ഓരോരോ ഭാവം ധ്വനിപ്പിക്കാൻ കഴിയും. അപ്പോൾ ശൃംഗാരം എന്ന ഭാവം, ആർദ്രവികാരങ്ങൾ ജനിപ്പിക്കാൻ കഴിയുന്ന രാഗങ്ങൾ, സന്തോഷം, സങ്കടം, ഇതൊക്കെ ഓരോ രാഗങ്ങളിൽ കൂടി അതിൻ്റെ സ്വരവിന്യാസത്തിൽ കൂടി പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ
ഒരു പാട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ ആധികാരികമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് താലോലിക്കുന്ന അമ്മയെപ്പോലെ നമുക്ക് ആധികാരികമായി ആ പാട്ടിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ തലമുറയിലാണെങ്കിലും കഴിഞ്ഞ തലമുറയിലാണെങ്കിലും സംഗീതം അഭ്യസിക്കുകയും സംഗീതത്തെ വശത്താക്കുകയും അവഗാഹത്തോടുകൂടി സംഗീതത്തെ സമീപിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കുറേ കൂടി ആധികാരികമായി സംഗീതത്തെ പ്രകടിപ്പിക്കാൻ, അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ സഭാസംഗീതവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ നമുക്ക് ഒരു ആഴത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിലെ വരികൾ, ഏത് പാട്ടാണെങ്കിലും അതിലെ വരികൾ നമ്മുടെ ദൈവശാസ്ത്രപരമായ ആഴം കൊണ്ട് മികച്ചതായിരിക്കണം. രണ്ടാമത്തേത്, അത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ആ പാട്ട് കേൾക്കുമ്പോൾ എന്തോ ഒന്ന് ആത്മാവിനെ തൊടുന്ന ഒരനുഭവം തോന്നണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പാട്ടുകൾ അങ്ങനെയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നാറുണ്ട്, ഇതെന്നോട് സംസാരിക്കുന്നുണ്ടോ, എന്നോട് ചങ്ങാത്തം കൂടുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന പാട്ടുകൾ. അതാണ് ഒരു സംഗീതജ്ഞൻ്റെ ഏറ്റവും വലിയ കഴിവ്, പ്രാർത്ഥനയോടെ സംഗീതം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വിവിധ സഭാ മേഖലകളിൽ വൈദികർ എന്നുള്ളതായ ഒരു സ്ഥാനമുണ്ട് എല്ലാ സഭകളിലും. അത്തരത്തിൽ സംഗീതം അറിയാവുന്ന ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അത് ശുശ്രൂഷയിൽ അത് പ്രയോജനം ചെലുത്തുന്ന കാര്യമാണോ? തീർച്ചയായും അച്ഛൻ്റെ ആ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ഒരു പട്ടക്കാരൻ എന്ന് പറയുമ്പോൾ സംഗീതത്തെ ഉപാസിക്കുന്നയാളാണ് തീർച്ചയായും. കാരണം ഗാനങ്ങളിൽ കൂടിയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവവുമായി ബന്ധപ്പെടുന്നത്. നമ്മുടെ ശുശ്രൂഷകളിൽ പലതും ഗീതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളാണ്. ഗീതങ്ങളിലെ പ്രാർത്ഥനകളാണ് നമ്മൾ ഉരുവിടുന്നതോ പാടുന്നതോ ഒക്കെ തന്നെ. മറ്റൊരു കാര്യം, വചന ശുശ്രൂഷയാണ് വൈദികരുടെ മറ്റൊരു ശുശ്രൂഷ. വചന ശുശ്രൂഷ കുദാശകളുടെ നിർവഹണം. ആ കുദാശകളുടെ നിർവഹണത്തിൽ വരുന്നതാണ് സംഗീത ശുശ്രൂഷയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും സംഗീതത്തെ അറിയാനുള്ള ഒരു പരിശ്രമം വൈദികരുടെ ഭാഗത്ത് ഉണ്ടാകണം. കഴിവുകൾ ഏറ്റക്കുറച്ചിലുണ്ട് തീർച്ചയായും. എഴുതാനും വായിക്കാനും നമ്മൾ പഠിച്ചത്, അത് പരിശീലിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അവഗാഹം ഉണ്ടാകുന്നത് നമ്മൾ അതിനോട് പുലർത്തുന്ന ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ഒരു സമർപ്പണമാണ്. ആയതുകൊണ്ട് വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഗീതത്തെ മനസ്സിലാക്കാനും ആത്മാർത്ഥമായി അതിനെ ഒന്ന് സമീപിക്കാനും ശ്രമിച്ചാൽ നമ്മുടെ ആരാധനകൾ കുറേ കൂടി ചൈതന്യവത്താകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ കുർബാന അനേകം ആളുകളുടെ ജീവിതത്തിൽ സൗഖ്യദായക ശുശ്രൂഷയായി മാറിയിട്ടുണ്ട് എന്ന അനുഭവം കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ കഴിവല്ല, ദൈവം ഇടപെട്ട ഒരു മുഖാന്തരമാണ്, മാധ്യമമാണ് സംഗീതം എന്നുള്ളത് കൊണ്ടാണ്. പാട്ടുകളൊക്കെ കൂടുതൽ കുർബാനയിൽ ഉൾപ്പെടുത്തുക, കൂടുതൽ പാട്ട് പാടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് അതിനോടുള്ള ഒരു ആഭിമുഖ്യവും ആത്മാവിൽ അനുതാപവും സ്വർഗീയ സൗഖ്യത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പും ഒക്കെ ആളുകൾക്ക് ലഭിക്കുന്നതായി അനുഭവ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുർബാന ഈസ് ഓൾവേസ് തെറാപ്യൂട്ടിക് എന്നാണ്. വിശുദ്ധ കുർബാനയിൽ സൗഖ്യദായക ശുശ്രൂഷയാണ്. അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് കുറച്ചുകൂടെ നമ്മൾ അതിനെ ഒന്ന് പരുവപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് സംഗീതപരമായി. അത് തീർച്ചയായും എല്ലാ വൈദികർക്കും അത് സാധിക്കുന്നതേ ഉള്ളൂ. അത് കഴിവ് ഒന്നും അവിടെ പ്രശ്നമല്ല, അതിനോട് നമ്മൾ പുലർത്തുന്ന ഒരു സമീപനം മാത്രമാണ്. ശ്രുതിമധുരമായ ഒരു സംഗീതം കേട്ടിരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമായത്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ സംഗീതവുമായി ബന്ധപ്പെട്ടുള്ളതായ ആ ഒരു കാലഘട്ടത്തിലൂടെ അച്ഛനെ ശ്രവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. പ്രത്യേകിച്ച് സംഗീതവും ഞാനും എന്ന ഈ പ്രോഗ്രാമിൽ ഒപ്പം ചേർന്ന് വന്നതിലുള്ളതായ സന്തോഷവും സ്നേഹവും ഹൃദയം നിറഞ്ഞ നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛൻ പോകുന്ന ഇടങ്ങളിൽ, ശുശ്രൂഷ ഏൽക്കുന്ന ഇടങ്ങളിൽ ഏവർക്കും ഒരു സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഏവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലുള്ളതായ ആശംസകളും നേരുന്നു. വീണ്ടും സംഗീതവും ഞാനും എന്ന പ്രോഗ്രാമിൽ നമുക്ക് കാണാം.